നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മുമ്പ് ചില വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഈശ്വർ ഒരു കോമാളിയാണെന്ന്. ഇന്ന് ആ പറഞ്ഞതിനോട് ആദ്യം തന്നെ ഒരു ക്ഷമാപണം നടത്തുന്നു. ഈ ദീപക് വിഷയത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന ശ്രീ രാഹുൽ ഈശ്വറിന് ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട്. ശ്രീ രാഹുൽ ഈശ്വറിൻ്റെ ആ ഒരു കേസെടുക്കണം എന്ന ഒരു ദൃഢമായ ഒരു വാശി, പുരുഷ കമ്മീഷൻ വേണമെന്ന ഒരു ദൃഢമായ ഒരു വാശിക്ക് പുറത്ത് ഇപ്പോൾ എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ എല്ലാ പുരുഷന്മാരും ഒന്നിച്ചിരിക്കുന്നു. രാഹുൽ ഈശ്വർ പറഞ്ഞതാണ് ശരിയെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. കാരണം രാഹുൽ ഈശ്വർ പണ്ട് പുരുഷ കമ്മീഷൻ വേണമെന്നെല്ലാം പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി. പക്ഷേ ഈ ഒരു ദീപകിൻ്റെ കേസ് വന്നപ്പോൾ അതിൽ പുരുഷ കമ്മീഷന്റെ ആവശ്യത്തെപ്പറ്റി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. ചില വൃത്തികേട് കാണിക്കുന്ന പെണ്ണുങ്ങൾ, റീച്ചിന് വേണ്ടി എന്തും ചെയ്യുന്ന പെണ്ണുങ്ങൾ ആണുങ്ങളുടെ മാനം കളയുകയാണ്. ആണുങ്ങൾക്കെതിരെ എന്തും പറഞ്ഞ് കേസ് കൊടുക്കുന്നു. ആണുങ്ങളെല്ലാം പൊട്ടയാണെന്ന് അവർ സ്ഥാപിച്ചെടുക്കുന്നു. അതിനെതിരെ രാഹുൽ ഈശ്വർ പ്രവർത്തിച്ചു. രാഹുൽ ഈശ്വറാണ് ശരി. സത്യത്തിൽ അദ്ദേഹം ഇങ്ങനെ ഓടിയിടുന്നത് കൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ഒരു പൊട്ടനായി കണ്ടു. പക്ഷേ അദ്ദേഹം അത് മുൻകൂട്ടി കണ്ടു. നമ്മളത് തിരിച്ചറിയാൻ കുറച്ച് വൈകി. ഒരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പുരുഷ കമ്മീഷന്റെ ആവശ്യം. സന്തോഷകരമായ ഒരു ന്യൂസ് ഉണ്ട്. ഈ അപകീർത്തിപ്പെടുത്തിയ ആ സ്ത്രീക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇത്രയും ചർച്ച ചെയ്തിട്ടാണ് അവസാനം ഒരു കേസെടുത്തത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അതൊരു ആണാണ് ഇതിൽ തെറ്റുകാരനെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും എല്ലാം ചെയ്യേണ്ട സമയം അത് കഴിഞ്ഞു. പക്ഷെ ഒരു പെണ്ണായതുകൊണ്ട് എത്ര ഡിലേ ആണ് അവർ വരുത്തുന്നത്. അതാണ് പുരുഷ കമ്മീഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം. രാഹുൽ ഈശ്വർ, നിങ്ങളായിരുന്നു ശരി, നിങ്ങളാണ് ശരി.